ഞാൻ വീട്ടിൽ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒന്ന് നോക്കിയാലോ? വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള ഗോതമ്പ് പൊടി എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു ഇളം ചൂട് അല്ലെങ്കിൽ നല്ല ചൂടായാലും കുഴപ്പമില്ല, ഇത്തിരി വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് പുട്ടിന് നനക്കണ പോലെ നനച്ചെടുക്കണം. ആദ്യം അങ്ങനെ നനച്ചിട്ട് വേണം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒരു കയ്യിൽ ഒട്ടണ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസല്ല, എന്നാൽ കയ്യിൽ ഒട്ടണം. ആ ഒരു പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് നേരം കുഴക്കണമെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഒരു ഇത്തിരി കൂടി ചൂട് കൂടുതലുണ്ടായാൽ മതി. ഈ ഒരു പരുവത്തിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടണ പരുവത്തിൽ വേണം. ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി കുഴച്ച് സെറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യണില്ലെങ്കിൽ ആ വെള്ളത്തിന് ഒരിത്തിരി കൂടി ചൂടുണ്ടായാൽ മതി. ഈ രീതിക്കാണ് കേട്ടോ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കണ പരുവമായിരിക്കുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ ഒട്ടും, അപ്പോൾ അതിനാണ് ആ പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണത്. ചില സമയത്ത് നല്ല ബബിള് പോലെ വീർത്ത് വരും, ചില സമയത്ത് വരത്തില്ല. എന്നാലും സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ലേ. ഞാൻ ഉരുട്ടി ഉണ്ടാക്കി വെച്ചേക്കണ ബോൾസാണ് ഇത്. ചപ്പാത്തി മേക്കർ ഒന്ന് ചൂടായിട്ട് ഇതങ്ങോട്ട് വെച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതൊന്ന് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ ഒന്ന് ബബിൾസ് പോലെ ഇങ്ങനെ ഒന്ന് വീർത്ത് വരുമ്പോൾ മറിച്ചിടുക. 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ നമ്മുടെ കണക്കനുസരിച്ച് അതങ്ങാട് മറിച്ചിടുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒരുപാട് ടൈം എടുത്തല്ല ഇത് ചെയ്യുന്നത്, വേഗം സ്പീഡിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഈ രീതിക്കാണ് ഞാൻ ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കുന്നത്. ചില സമയത്ത് ഞാനിത് കുഴച്ചത് റെസ്റ്റ് ചെയ്യാൻ വെക്കും, ചില സമയത്ത് ഞാൻ വെക്കാറില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ. ചൂടോടുകൂടി ഈ ചപ്പാത്തി വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് ഈ ചപ്പാത്തി മേക്കറിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ചപ്പാത്തി ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. ചപ്പാത്തി മേക്കർ ഉള്ളവർ ഈ രീതിക്ക് ഒന്ന് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.